ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർ പൂവിൽ ശ്രുതിയെ അമ്പലത്തിൽ കൊണ്ടുപോയി വഴിപാട് കഴിപ്പിക്കാനുള്ള പ്ലാനിങ്ങിലാണല്ലോ ചന്ദ്ര. അപ്പോൾ അങ്ങനെ ഒരു അമ്പലത്തിലേക്ക് പോകാൻ പുറപ്പെട്ടാണ്. സച്ചിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അമ്പലത്തിലേക്ക് പോകണു. അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിലെത്തി വഴിപാടുകളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം ശ്രുതിക്ക് തലയിൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ ചന്ദ്ര പറയണം രേവതിയോട്, രേവതി നീ ആ വെള്ളം എടുത്തിട്ട് ശ്രുതിയുടെ തലയിൽ കൂടെ ഒഴിക്കുക എന്ന് പറയണം. അങ്ങനെ രേവതി തലയിൽ കൂടെ വെള്ളം ഒഴിക്കണു. അങ്ങനെ ചടങ്ങുകൾ തുടങ്ങണം അമ്പലത്തിൽ. ഈ സമയത്ത് സച്ചി നീലിമയായിട്ട് കാറിൽ വരികയാണ്. അവൻ അമ്പലത്തിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീലിമയായിട്ട് കാറിൽ വരികയാണ് അമ്പലത്തിൻ്റെ അവിടേക്ക്. എന്നിട്ട് ശ്രുതിക്ക് വെള്ളം ഒഴിക്കൽ കഴിഞ്ഞ് അടുത്ത ചടങ്ങ് ഏത്തടലാണ്. പത്രാശി ഏത്തടാൻ പറയും. അപ്പോഴൊക്കെ ശ്രുതി ചോദിക്കുന്നത് ഇത് വേണം ആൻറ്റി, നമുക്ക് വീട്ടിൽ പോവാം ആൻറ്റി എന്ന് പറയേണ്ടത്. ശ്രുതി ഇങ്ങനെ അതൊന്നും പറ്റില്ല ശ്രുതി, അത് നീ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്രമതി. അങ്ങനെ പത്രാശി ഏത്തട്ട് പറഞ്ഞ് നിർത്തിയപ്പോൾ 10 ആയിട്ടില്ല 8 ആയിട്ടുള്ളൂ എന്ന് പറയണ ശ്രീകാന്തും വർഷ. അങ്ങനെ വീണ്ടും 2 പ്രാവശ്യം കൂടി ഏത്തടിക്കുകയാണ്. അങ്ങനെ ഏത്തടൽ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ചടങ്ങ് കർപ്പൂരം കത്തിക്കലാണെന്ന് പറയാണ്. ഈ സമയത്ത് സച്ചി അമ്പലത്തിൻ്റെ അവിടെ എത്തി. അപ്പോൾ സച്ചി ഓൾറെഡി നീലിമോട് പറഞ്ഞു, മാഡം ഞാനൊന്ന് അമ്പലത്തിൽ കയറിയിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ നീലിമ പറഞ്ഞു, ശരി സച്ചി നീ വേഗം വാ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയണം. അപ്പോൾ മാഡം അമ്പലത്തേക്ക് ഉണ്ടോ വെച്ചപ്പോൾ ഇല്ലേ ഞാനിവിടെ നിൽക്കാമെന്ന് പറയണം. എന്നിട്ട് നീലിമ കാറിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സച്ചി പറയണം, മാഡം ഒരു കാര്യം ചെയ്യും, AC ഇട്ടിട്ട് ഉള്ളിലിരുന്നോളൂ, ഞാനിപ്പോൾ വരാൻ പറഞ്ഞിട്ട് നീലിമയ്ക്ക് AC ഇട്ട് കൊടുത്തിട്ട് കാർ ഓണാക്കി AC ഇട്ട് കൊടുത്തിട്ട് സച്ചി പോയിട്ട് അമ്പലത്തിലെത്തുമ്പോൾ കർപ്പൂരം കത്തിക്കുന്ന ചടങ്ങാണ്. അപ്പോൾ കർപ്പൂരം കത്തിക്കുമ്പോൾ സച്ചിക്ക് ചിരിയാണ് വരുന്നത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഇതെൻ്റെ കൈ പൊള്ളില്ല ആൻറ്റി, കൈ പൊള്ളില്ല വെച്ചിട്ട് കയ്യിൽ വെച്ച് കർപ്പൂരം കത്തിച്ച് ലാസ്റ്റ് കർപ്പൂരം തട്ടിക്കളയാണ്. ശ്രുതി വേദനിച്ചിട്ട് വയ്യ ആൻറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ സഹിക്കണമെന്ന് പറയണം. അപ്പോൾ സച്ചി ഇതൊക്കെ കണ്ട് ചിരിക്കുകയാണ്. പിന്നെ കർപ്പൂരം കത്തിക്കുന്ന ചടങ്ങ് കഴിഞ്ഞ് അടുത്ത ചടങ്ങ് ശയനപ്രദക്ഷിണമാണ്. അപ്പോൾ ശയനപ്രദക്ഷിണം ചെയ്യുന്ന സമയത്തും എല്ലാവരും കൂടേണ്ട, കുടുംബാംഗങ്ങൾ മുഴുവൻ കൂടേണ്ട. അപ്പോൾ സച്ചി പറയുന്നത് മാഡത്തിന് കുറേ നേരം വെയിറ്റ് ചെയ്യിക്കാൻ പറ്റില്ല അച്ഛൻ, ഞാൻ പൊക്കോട്ട് വയ്ക്കണം. അപ്പോൾ രവീന്ദ്രൻ പറയാം എന്നാൽ ശരി നീ പൊക്കോ പറയാം. അപ്പോൾ രേവതി പറയും സച്ചിയേട്ടാ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പറയൊക്കെ പറ്റില്ല രേവതി, അതിൽ കസ്റ്റമർ ഇരിക്കല്ലേ എന്ന് പറയണം. അങ്ങനെ സച്ചി പോകണം. ആ സമയത്ത് ശ്രുതിക്കൊരു കോൾ വന്നിട്ട് ശ്രുതി അമ്പലത്തിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് വരുമ്പോൾ ആ കാറിൻ്റെ ഫ്രണ്ടിൽ നീലിമ കാറിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് നീലിമ അങ്ങനെ നോക്കുമ്പോൾ ശ്രുതി സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് വരുന്ന കാണുമ്പോൾ നീലിമ ആകെ വെപ്രാളപ്പെടുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ നീലിമ വേഗം കാറിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും. അപ്പോൾ ശ്രുതി ഇങ്ങനെ സംസാരിച്ച് കാറിൻ്റെ അതുവരെയൊക്കെ എത്തി. ലാസ്റ്റ് കാറിന്മേൽ ചാരി നിന്നിട്ടൊക്കെയായി സംസാരം. ആ കാറിൻ്റെ ഉള്ളിൽ നീലിമ ഉണ്ട്. നീലിമ ഇങ്ങനെ മുഖം മറച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അവർ കണ്ടുമുട്ടുമോ എന്നിങ്ങനെ ഒരു ഇതുണ്ട്, ഒരു ത്രില്ലിംഗ് ഉണ്ട് എപ്പിസോഡിൽ. ആ സമയത്താണ് നമ്മുടെ സച്ചി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കാറിൽ കയറാൻ വേണ്ടി വരുന്നത്. കാറിൻ്റെ അവിടേക്ക് എത്താൻ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴത്തേക്ക് എത്തുമ്പോൾ ശ്രുതിയെ കാറിൻ്റെ അവിടെ കാണുമ്പോൾ സച്ചി അങ്ങനെ ഇറങ്ങി വരണ ആ രംഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ ചെമ്പനീർ പൂവ് അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടമായ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.